സുഹൃത്തുക്കളെ, നമ്മുടെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ തൊഴിലാളിയും ഉടമയും അടക്കുന്ന പണം കൊണ്ടാണ് നമുക്ക് ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. ഇവിടെയുള്ള ജീവനക്കാരുടെ ശമ്പളം പോലും നമ്മൾ ഈ ക്ഷേമനിധി ബോർഡിലുള്ള പണത്തിൽ നിന്നാണ് നൽകുന്നത്. ഈ ക്ഷേമനിധിയിൽ സർക്കാരിൻ്റെ യാതൊരു വിഹിതവുമില്ല. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ലക്ഷക്കണക്കിന് മോട്ടോർ തൊഴിലാളികളുണ്ട്, അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് വാഹന ഉടമകളുമുണ്ട്. ഈ രണ്ട് കൂട്ടരും അടക്കുന്ന പണമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ പല കാരണത്താൽ പതിനായിരക്കണക്കിന് വരുന്ന തൊഴിലാളികൾ ഈ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. പല കാരണങ്ങളാലാണ് അവർ അംഗത്വം എടുക്കാത്തത്. അത് ഒരു പ്രധാനപ്പെട്ട കാരണം, നിരവധി തൊഴിലാളികൾ താൽക്കാലികമായിട്ട് ഈ മോട്ടോർ മേഖലയിൽ വന്നിട്ട് പണിയെടുക്കുന്നവരുണ്ട്. അവർ തൽക്കാലം ഇതിലെടുത്ത് വേറെ ജോലി കിട്ടുമ്പോൾ പോകാമെന്നുള്ള അടിസ്ഥാനത്തിലാണ് അവർ മോട്ടോർ മേഖലയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കാൻ പഠിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു വിഭാഗം മറ്റേതെങ്കിലും ക്ഷേമനിധിയിൽ അംഗത്വമുള്ളവരായിരിക്കും. അവരും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കാതെ മാറി നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ അംഗത്വം എടുക്കാത്ത മോട്ടോർ തൊഴിലാളികളുടെ ഉടമകൾ, വാഹന ഉടമകൾ, ആ ഉടമാവിഹിതം നിർബന്ധമായിട്ടും ഈ ക്ഷേമനിധിയിൽ അടക്കണം, ഇല്ലെങ്കിൽ അവർക്ക് ടാക്സ് അടക്കാൻ കഴിയില്ല. നമ്മൾ പതിനായിരക്കണക്കിന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇതിൽ ക്ഷേമനിധിയിൽ അംഗത്വം എടുത്തിട്ടില്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്നാൽ ഈ തൊഴിലാളികൾ ഓടിക്കുന്ന വാഹനങ്ങളുടെ ഉടമകൾ, ആ ഉടമവിഹിതം നിർബന്ധമായിട്ടും ഈ ക്ഷേമനിധിയിൽ അടക്കണം. അങ്ങനെ അടച്ചില്ലെങ്കിൽ അവരുടെ വണ്ടിയുടെ ടാക്സ് അടക്കാൻ കഴിയില്ല, അതാണ് നിയമം. അതുകൊണ്ട് അവർ ഉടമവിഹിതം അടക്കാൻ നിർബന്ധിക്കപ്പെടുക. എന്നാൽ ആ പണം എന്തിനു വേണ്ടി ഉപയോഗിച്ചു, ആ പണം ഏത് അക്കൗണ്ടിലേക്കാണ് നിക്ഷേപിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ചോദ്യത്തിന് ക്ഷേമനിധി ബോർഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഉത്തരം, ഈ ഉടമകൾ മാത്രം അടക്കുന്ന പണം അതർ വെൽഫെയർ ഫണ്ട് മെഷർ എന്ന ശീർഷകത്തിലേക്ക് വകമാറ്റുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ പണം എത്ര കോടി വരും? അതിന് മറുപടിയില്ല. അത് ക്രോഡീകരിച്ച് വെച്ചിട്ടില്ല എന്നാണ് മറുപടി. അതുപോലെ തന്നെ ആ പണം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? അപ്പോൾ അതിനുള്ള മറുപടി, അത് മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ നമുക്കറിയാം മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ ആനുകൂല്യങ്ങൾ അവർ നൽകുന്നുണ്ട്. എന്നാൽ അതിന് പുറമെ മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഉടമകൾ അടക്കുന്ന പണം വിനിയോഗിക്കുന്നത്. ഉടമകൾ മാത്രം അടക്കുന്ന പണം എന്നുള്ള രീതിയിൽ അതർ വെൽഫെയർ ഫണ്ട് മെഷർ എന്നുള്ള ആ ഫണ്ടിൽ നിന്നും ഉപയോഗിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പ്രഖ്യാപിച്ച ആനുകൂല്യത്തിന് പുറമെ മറ്റെന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഈ മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നതിൽ നിന്ന് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ചെലവഴിക്കുന്നത്? അതിനെക്കുറിച്ച് വ്യക്തതയില്ല. അതുപോലെ തന്നെ അത് എത്ര തൊഴിലാളികൾക്ക് നൽകി, ഏതൊക്കെ ഇനത്തിൽ നൽകി എന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിൽ വ്യക്തതയില്ല. അപ്പോൾ ആ പണം നിലവിൽ എത്ര തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട്, എത്ര കോടി നൽകിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ള വിവരമില്ല. ബാക്കി തുക ഈ അതർ വെൽഫെയർ ഫണ്ട് മെഷർ എന്ന് പറയുന്ന ആ ഫണ്ടിൽ എത്ര ഉണ്ട് എന്നുള്ള ചോദ്യത്തിന് അതിനും വ്യക്തമായിട്ടുള്ള മറുപടിയില്ല. അപ്പോൾ ഇതിനൊക്കെ അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, അതൊന്നും ഇവിടെ ക്രോഡീകരിച്ച് വെച്ചിട്ടില്ല, അതൊന്നും ഇവിടെ കോടിക്കണക്കിന് ഉറുപ്പിക ഈ ഇനത്തിൽ അതർ വെൽഫെയർ ഫണ്ട് മെഷർ എന്ന് പറയുന്ന ഈ ഫണ്ടിലുണ്ട്. ആ ഫണ്ടിലുള്ള പണത്തെക്കുറിച്ച് അവർക്ക് കൃത്യമായി കണക്ക് പറയാൻ കഴിയുന്നില്ല. അത് ക്രോഡീകരിച്ച് വെച്ചിട്ടില്ല എന്ന് പറയുമ്പം തന്നെ ഈ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഉദാസീനമായിട്ടുള്ള നിലപാടാണ് ക്ഷേമനിധി ബോർഡിനുള്ളത് എന്ന് നമുക്ക് വ്യക്തമാവും. കാരണം ഏതൊരു സ്ഥാപനത്തിലും ആ സ്ഥാപനത്തിൽ വരുന്ന ഫണ്ടും അതിൽ ചെലവഴിക്കുന്ന ഫണ്ടും കൃത്യമായി കണക്ക് നമ്മൾ സാധാരണഗതിയിൽ സൂക്ഷിക്കാറുണ്ട്. പക്ഷേ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ ഈ അതർ വെൽഫെയർ ഫണ്ട് മെഷർ എന്ന് പറയുന്ന ഈ ഫണ്ടിലുള്ള പണത്തെക്കുറിച്ച് കൃത്യമായി അവർക്ക് പറയാൻ കഴിയുന്നില്ല, ക്രോഡീകരിച്ച് വെച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതാരാ ക്രോഡീകരിച്ച് വെക്കേണ്ടത്? അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരല്ലേ. ആ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും പണം കൊടുക്കുന്നത് ക്ഷേമനിധി ബോർഡിൽ നിന്നാണ്. അപ്പോൾ അവരുടെ ഉത്തരവാദിത്തം എന്താ? ഇത്തരം കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിച്ചു വെക്കുക എന്നുള്ള പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് അവർക്കുള്ളത്. അതവർ ചെയ്യുന്നില്ല എങ്കിൽ ഈ അതർ വെൽഫെയർ ഫണ്ട് മെഷർ എന്ന് പറയുന്ന ഈ ഫണ്ടിൽ നിന്നും എങ്ങനെയും തുക ചെലവഴിക്കാം എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. അതിൽ ക്രമക്കേട് നടത്താം എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ചോദിക്കുമ്പോൾ ക്രോഡീകരിച്ച് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മറുപടി തന്ന് നമുക്ക് അറിയാനുള്ള അവകാശം നിഷേധിക്കുകയാണ്. ഇതിനെതിരായിട്ടാണ് നമ്മൾ അപ്പീൽ കൊടുത്തിട്ടുള്ളത്. അപ്പീൽ കൊടുത്തപ്പോൾ പറഞ്ഞെന്താ, നിങ്ങൾക്ക് 14 ജില്ലകളിലുമുള്ള ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ പോയിട്ട് രേഖകൾ പരിശോധിച്ചാൽ, ഫയലുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് വിവരം കിട്ടും. ഏതെങ്കിലും ഒരു ആൾക്ക് ഈ 14 ജില്ലകളിലും പോയിട്ട് ഈ ഫയലുകൾ പരിശോധിച്ചിട്ട് രേഖകൾ എടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമോ? അതിൻ്റെ അർത്ഥം എന്താ? ഇത് കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല.
അവർക്ക് അതിനുള്ള കാര്യങ്ങളൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല, അത് സൂക്ഷിച്ചിട്ടുമില്ല. പിന്നെ സൂക്ഷിച്ച് വെക്കാത്തൊരു കാര്യമോ നമ്മൾ പോയിട്ട് പരിശോധിച്ചാൽ നമുക്ക് കിട്ടുമോ? ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരാൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവില്ലേ? ഉദ്യോഗസ്ഥന്മാർ സൂക്ഷിച്ച് വെക്കാത്തൊരു കാര്യം നമ്മൾ പോയിട്ട് പരിശോധിച്ചാൽ നമുക്ക് കിട്ടുമോ? ഇതാണ് 14 ജില്ലകളിൽ നിന്നും നമുക്ക് അയച്ചിട്ടുള്ള മറുപടിയിൽ ഒരേ മറുപടിയാണ്. അതിന് നമ്മൾ ഓരോ ജില്ലയിലും പോവുക, എന്നിട്ട് 1 മണിക്കൂർ നിങ്ങൾക്ക് ഫയലുകൾ പരിശോധിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ അരമണിക്കൂർ കൂടുമ്പോൾ അതിന് പൈസ കൊടുക്കണം ഫയലുകൾ പരിശോധിക്കാൻ. ഇതൊക്കെയാണ് പറയുന്നത്. എന്തൊരു കാര്യമാണ് ഇത്? അപ്പോൾ നമുക്ക് ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. കോടിക്കണക്കിന് വരുന്ന ഫണ്ടാണ്. ആ ഫണ്ടിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള കണക്ക് വെളിപ്പെടുത്താൻ ക്ഷേമനിധി ബോർഡിന് ഉത്തരവാദിത്തമുണ്ട്, ബാധ്യതയുണ്ട്. അത് വെളിപ്പെടുത്താൻ അവർ തയ്യാറാകുന്നില്ല. അപ്പോൾ അത് വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വരെ മറുപടി തന്നത് ഒരേ രീതിയിലാണ്. നിങ്ങൾക്ക് ഓഫീസിൽ പോയിട്ട് പരിശോധിച്ചാൽ, ഫയലുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് വിവരം കിട്ടും. നടക്കുന്ന കാര്യമല്ലല്ലോ, പ്രായോഗികമല്ലാത്ത കാര്യമല്ലേ അത്. അപ്പോൾ അത്തരം ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ വിവരാവകാശ കമ്മീഷന് ഈ ഫണ്ടിൻ്റെ കണക്കും അതുപോലെ തന്നെ ഈ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചതിൻ്റെ കണക്കും എത്രയൊക്കെ തൊഴിലാളികൾക്ക് ഈ ഫണ്ടിൽ നിന്ന് ഈ മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങൾ നൽകി എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെയുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകണം, വിവരങ്ങൾ ലഭ്യമാക്കി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ കമ്മീഷന് 2ാം അപ്പീൽ കൊടുത്തിരിക്കുക. അപ്പോൾ ഇതാണിപ്പോൾ ക്ഷേമനിധി ബോർഡിൽ നടക്കുന്നത്. കോടിക്കണക്കിന് ഉറുപ്പികയുടെ ഫണ്ടിൻ്റെ കണക്ക് സൂക്ഷിച്ചു വെച്ചിട്ടില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ നമുക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയമാണ്, അവരെ അറിയിക്കേണ്ട വിഷയമാണ്. അവരുടേതാണ് ഫണ്ട്, അവരുടെ വണ്ടിയുടെ ഉടമസ്ഥന്മാരുടേതാണ് ഫണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഈ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അങ്ങനെ അറിയിക്കുന്നില്ലെങ്കിൽ ഈ കാര്യത്തിൽ എന്തൊക്കെയോ ക്ഷേമനിധി ബോർഡിൽ ചീഞ്ഞ് നാറുന്നുണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അവ്യക്തതയാണ്. ആ അവ്യക്തത നീക്കണം. കൃത്യമായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും പരസ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകണം എന്നുള്ളതാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്.